ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്ന് വെല്ലൂരിലെ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ കുറച്ച് ലേറ്റായി, വീട്ടിലുള്ള പോലെ തന്നെ 9 മണിയായിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റെഡിയായി, മീൻസ് ഫ്രഷായി ഇനി പുറത്തോട്ട് ഇറങ്ങുവാണ്. ഷാൻ്റെ ഫിയാൻസി നമ്മുടെ ജക്കേഷ് വരുന്നുണ്ട്. അപ്പോൾ അവന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിളിക്കണം. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അവൻ നേരെ ഹോട്ടലിലോട്ട് പോവും, സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട്. അപ്പോൾ നമുക്ക് അവനെ വിളിക്കാൻ പോലാണ് ആദ്യത്തെ പരിപാടി. ഞാൻ ട്രൈപോഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഒന്ന് ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനി വരുമായിരിക്കും. തൽക്കാലം യൂസ് ചെയ്യാൻ കണക്കിനൊരു ചെറിയൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കിനി പുറത്തോട്ട് ഇറങ്ങി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. രാത്രി വന്നതുകൊണ്ട് ഇതിൻ്റെ വീടിൻ്റെ പുറവും കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ കാണാം. അപ്പം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. മാട്ടുള്ളതുകൊണ്ട് വേഗം കിട്ടും. നമുക്കൊക്കെ അവിടെ ഫ്ലിപ്കാർട്ടിൽ മാത്രമല്ലേ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ, നമ്മുടെ അവിടെ നിന്ന് ഇൻസ്റ്റാമാർട്ട് എത്തിയിട്ടില്ല. രാത്രി കാർ ഇങ്ങനെ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കാരണം ഷാറിന്റെ കാറൊക്കെ സൈഡിലിട്ടിട്ട് സ്ക്രാച്ച് ഒക്കെ വീണിട്ടുണ്ട്. അപ്പം ചിക്കുന് ഭയങ്കര പേടിയായിരുന്നു. എന്തായിരുന്നാലും നമ്മൾ ചെയ്തു. ചിക്കുത കാറിൽ ചെളിയാവാതെ സാഹസികമായിട്ട് കയറുകയാണ്. ആണെന്നൊന്നും ഫീൽ ചെയ്യുന്നില്ല. ശരിക്കും ഇവിടുന്ന് പോകുമ്പോൾ എനിക്കൊന്നും ഇവിടെ മിസ് ചെയ്യായിരിക്കും തോന്നുന്നു. നല്ല രസമുണ്ട്, നല്ല വൈബായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് ഉറങ്ങി. പിന്നെ വന്നതുകൊണ്ട് കണ്ടില്ല, അവിടെ ഒരു വലിയൊരു മലയുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്. നല്ല വെയിലുണ്ട്, തമിഴ്നാട്ടിലെ വെയില്. ഒരു മഴക്കോളും ഉണ്ട് ലൈറ്റായിട്ട്. ഇതാണ് ഷാറിന്റെ വീട് പുറത്തുനിന്ന് കാണാനായിട്ട്. നല്ല രസമാണ്. ചെടികളൊക്കെ വെച്ചിട്ട് അമ്മ നന്നായിട്ട് ചെടിയൊക്കെ നോക്കും. പിന്നെ പെറ്റ്സ് ഉണ്ട്. പിന്നെ പാർത്ഥിപൻ അണ്ണനൊക്കെ അവിടെ ഇരുന്ന് ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നുണ്ട്, റിട്ടേൺ ഗിഫ്റ്റ്. തിരിച്ചു വരുമ്പോൾ കാണുവാണെങ്കിൽ. ഞാൻ എടപ്പാടി റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇപ്പൊ പോകുന്നത്. നോർമൽ ചെരുപ്പ് വീട്ടിലിട്ടിരുന്നപ്പം പട്ടി കടിച്ചു, നമ്മുടെ വീട്ടിൽ വെച്ച്. ഞാൻ ചെരുപ്പ് വാങ്ങിക്കാൻ സമയം ഉണ്ടായിരുന്നു, നമ്മൾ ഇറങ്ങുന്നതിൻ്റെ അന്ന് രാവിലെ ആയിരുന്നു കണ്ടത്. പിന്നെ ഇപ്പം ഈ ചെരുപ്പ് ഇട്ടു തൽക്കാലം. എടോ എന്നെ കേട്ടോ, സെൻട്രൽ നഗർ. നമ്മള് യൂഷ്വൽ തമിഴ്നാട്ടില് റോഡുകൾക്ക് നമ്മളത്തെ പശുക്കളുണ്ട്. ഇത് ആരുടെങ്കിലും വീട്ടിലെ പശുവാണോ അതോ റോഡിലെ പശുവാണോ? ഓ, ഓരോ വീടിന്റെ ഫ്രണ്ടിൽ എനിക്ക് തോന്നുന്നു ഫുഡിന് വന്ന് നിക്കുവാന്ന് തോന്നുന്നു. അത്ര ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റിയത്. അല്ല, രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഷാറിന്റെ കല്യാണമാണ് നാളെ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഷാറിന് എക്സൈറ്റഡ് ആണോ? ഓക്കെ. പിന്നെന്താ, ഷാറിന് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ അങ്ങോട്ടാണ് വരാൻ പോകുന്നത്, മാർത്താണ്ഡം ആ സൈഡിലോട്ട്. അപ്പം നമുക്ക് ഫ്യൂച്ചറിൽ ഷാരൻ മാർത്താണ്ഡത്ത് വന്ന് സെറ്റിൽ ആവുകയാണെങ്കിൽ നമ്മുടെ പിള്ളേരൊക്കെ ഫ്രണ്ട്സ് ആയിരിക്കും. പിന്നെന്താ, നല്ല അടിപൊളി ദിവസമാണ്. നമ്മളിനി ജക്കേഷിനെ വിളിച്ചിട്ട് വന്ന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവനെ തിരിച്ചുകൊണ്ട് ഡ്രോപ്പ് ചെയ്യും. പിന്നെ ഇവന് വണ്ടിയിൽ ഫുൾ ടൈം പെട്രോൾ അടിക്കാനുണ്ട്. വണ്ടി സർവീസിന് കൊടുക്കുന്നുണ്ടോ ഇന്ന്? കാർ വാഷിങ്ങിന് കൊടുക്കുന്നുണ്ടോ? കൊടുക്കണമായിരിക്കും, നല്ലെന്ന് തോന്നുന്നു. അവര് നല്ല വെള്ളത്തിലല്ലേ വാഷ് ചെയ്യണത്? ഭയങ്കര ചൂടായിരിക്കും, പുറത്തൊന്നും കഴുകാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇന്ന് കാർ വാഷിന് കൊടുക്കുമായിരിക്കും, കാരണം ഇവിടുത്തെ വെള്ളം കുറച്ച് ഹാർഡ് വാട്ടർ ആണ്. അപ്പം നമ്മൾ മിക്കവാറും പുറത്ത് കൊടുക്കുമായിരിക്കും. എന്തായിരുന്നാലും നല്ല അടിപൊളി ദിവസമാണ്. ഇനി എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് ഞാൻ വഴിയെ വ്ളോഗിൽ കാണിച്ചു തരാം. ഷാറിന് ഇന്നൊരു റിഹേഴ്സലൊക്കെ ഉണ്ട്, കല്യാണം കഴിക്കുന്നതിന് മുന്നുള്ള റിഹേഴ്സല്. ഞങ്ങളുടെ ഇവിടെ നമ്മുടെ അവിടെ നിന്ന് റിഹേഴ്സൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഇനി ഉള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഇവിടെ റിഹേഴ്സലുണ്ട്. ഇവിടെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല, പക്ഷെ ചൂടാ അല്ലാതെ നല്ല. റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. വിളിക്കോ ശാലിനി? ശാലിനി രാത്രി വിളിച്ചു. ഇതാണ് കാട്ട്പാടി റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പുറത്തിറങ്ങില്ലെന്ന് പറഞ്ഞ ആളെ പുറത്തിറങ്ങിപ്പോ. ഇത് ഇത്രയും വലിയ ബ്രിഡ്ജാണ്, പക്ഷെ ഇതിനകത്ത് കുറച്ച് വെള്ളമേ ഉള്ളൂ. പണ്ട് ഇത് വലിയ
നടത്തുന്നതായിരുന്നു എന്നാണ് ഷാരൻ പറയണത്. ഷാരന്റെ ചെറുപ്പകാലത്തൊക്കെ നല്ല രസമുണ്ട് ഇവിടുത്തെ വ്യൂ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ട പശുക്കൾ നടന്ന് നടന്ന് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. പ്രഗ്നന്റ് ഒന്നല്ല, അതിന് വേറെ എന്താ കുഴപ്പം. എങ്ങനെയുണ്ട് ഇവിടെ? മഴയൊക്കെ വരുന്നുണ്ട്. അവൻ ചിക്കു ആ സൈഡിലും ഉണ്ട് പാർക്ക് ചെയ്ത്. ഡോറ് തുറക്കാൻ പറ്റാതെ ചാടി വരുന്നു. കല്യാണം കഴിക്കുന്നത് കഷ്ടമാണെന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ എടുക്കാം ശാലിനെ, കൈ അടിച്ച് മാറ്റി. ചിക്കൻ പീസൊക്കെ കഴിക്കും. കുറച്ചും കൂടെ. So funny. Can I love tomorrow? ഇവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയാണ് കേട്ടോ. ഉണ്ടാക്കി നല്ലേ. നമ്മളിനി അവനെ കൊണ്ടുവിടാൻ പോവാണ് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട്. ഷാറിന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ള പാർക്കാണ് ടെൻഡ്രൽ നഗർ പാർക്ക്. പക്ഷെ ഫുൾ വെള്ളം കയറി കിടക്കുന്നുണ്ട്. നടക്കാനൊക്കെ പോകാൻ പറ്റിയ സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു അവർ മെയിൻറ്റെയിൻ ചെയ്യാണ്ട് ഇങ്ങനെ കിടക്കുന്നതാണെന്ന് തോന്നുന്നു. ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി അല്ലേ. ഇവിടെയാണ് നമ്മളും സ്റ്റേ ചെയ്യാൻ പോകും. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങോട്ട് വരും. PNS നക്ഷത്ര ഇവിടെ അടുത്ത് തന്നെയാണ്. ജഗീഷിനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ അവൻ നല്ല ടയേർഡായിരിക്കും, റെസ്റ്റ് എടുക്കട്ടെ. ഇതാണ് ഷാറിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ചെറിയ ഗാർഡൻ. ഷാറിൻ്റെ അമ്മയ്ക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും കുറച്ച് കുറച്ച് ചെടികൾ ആൻറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിലും ചെടികളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ട് പോയില്ല. മുകളിലാണെങ്കിൽ റിട്ടേൺ ഗിഫ്റ്റിൻ്റെ പരിപാടികളൊക്കെ നടക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ പാക്കിങ് പരിപാടിയൊക്കെ കാണുന്നത്. നമ്മുടെ ട്രിവാൻഡ്രം സൈഡിൽ ഇങ്ങനെ റിട്ടേൺ ഗിഫ്റ്റ് പരിപാടികളൊന്നുമില്ല. അപ്പം പാർത്ഥിപൻ അണ്ണനും കുൽസിയൊക്കെ ഇരുന്നിട്ട് ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഷാറിൻ്റെ ഗിനിപിക്സ് ആണ്. കോളേജിൽ പഠിക്കുന്ന സമയത്തേ ഉണ്ട് ഷാറിൻ്റെ വീട്ടിൽ. അപ്പോൾ ഷാരൻ പേരൊക്കെ വന്ന് പറയാറുണ്ട്, ഹാമു കോമു എന്നൊക്കെ. ഹാമും കോമും ഒക്കെ മരിച്ചു പോയിട്ടുണ്ടാകും. ഇത് അവരുടെ ഗ്രാൻഡ് സണ്ണോ ഡോട്ടറോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ 2 പേരേ ഉള്ളൂ. പിന്നെ താഴെ ഒരു റാബിറ്റും ഉണ്ട്. മുകളിലും ഒരുപാട് ചെടികളുണ്ട്. ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളൊക്കെ. അപ്പം അങ്ങനെ മുകളിലൊരു ഏരിയയിലും ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് വീടുകളാണ് ചുറ്റിലും. ഇതാ പാർക്ക്, നമ്മൾ നേരത്തെ കണ്ട പാർക്ക്. പിന്നെ അവിടുത്തെ ആ വ്യൂ അടിപൊളിയാണ്. സിംബയും സെറ്റായി. ചിക്കുവിന് ശരിക്കും പറഞ്ഞ ഒരു ഡോഗിനെ വാങ്ങിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? പക്ഷെ വീട്ടിൽ കയറ്റാത്തോണ്ടാണ്. സിംബ അങ്ങ് എൻജോയ് ചെയ്ത് കിടക്കുകയാണ് മസാജൊക്കെ.
സിംബയ്ക്ക് 2 പല്ലുണ്ടോ? അവൻ നോക്ക്, 2 ലൈൻ പല്ലുണ്ടോ ഈ കാണിക്ക് സിംബ. ൊക്കെ പുറത്തു പോയേക്കാണ്. ഷാരനെ നോക്കി വന്നതെന്ന് തോന്നുന്നു സിംബ. ഷാരൻ സിംബ, ദിസ് ഇസ് ആഷിഖ്. സിംബ ഷാരനെ കാണാത്തോണ്ട് കുറച്ച് മൂഡ് ഓഫ് ആണെന്ന് തോന്നുന്നു പുള്ളിക്കാരൻ. ഭയങ്കര എക്സൈറ്റ്മെന്റിൽ വന്നിട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അമ്മ എങ്ക സിംബ? ഇന്നിപ്പോൾ വൈകിട്ട് ഷാരൻ്റെ വെഡ്ഡിങ്ങിൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ ഫ്രീ ആണ്. ഉച്ചയ്ക്ക് നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു. രണ്ടും കഴിച്ചു, നന്നായിട്ട് കഴിച്ചു. വേറെ പണിയൊന്നും കൂടെ ഇല്ല. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഫുഡ് കഴിച്ചു. മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. നന്നായിട്ട് കഴിച്ചതാ, വയറൊക്കെ നിറച്ചു. ഇനി പോയി റെസ്റ്റ് എടുക്കണം. വേറെ പണിയൊന്നുമില്ല. ശാരം പുറത്ത് പോയിരിക്കണം ചെറിയ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട്. ഇനിയിപ്പം എന്താ, വൈകിട്ടാകുമ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലത്തോട്ട് പോവും. ഹായ് ബ്രൂണോ. ഹായ് ബ്രൂണോ. ഷാൻ്റെ രണ്ടാമത്തെ ബ്രൂണാണ്. ഷാൻ്റെ ആദ്യം ഒരു ബ്രൂണോ ഉണ്ടായിരുന്നു, അത് ചത്തുപോയി. ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ. ഹായ് ബ്രൂണോ. വെഡിങ്ങിന്റെ റിഹേഴ്സലിന് നമ്മൾ പോവാണ്. ഷാൻ്റെ സീക്കർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ട്. എന്റെ കല്യാണത്തിന്റെ തലേദിവസം ഷാറിനുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരായിരുന്നു രാത്രി ഒരു ബെഡിൽ കിടന്നുറങ്ങിയത്. അപ്പൊ ഇപ്പം ഷാറിന്റെ കല്യാണം റിഹേഴ്സൽ റെക്കോർഡ് ആവുന്നുണ്ടല്ലോ അല്ലേ? റിഹേഴ്സലിൽ തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് തോന്നുന്നു ഷാറിനേക്കാൾ കൂടുതലും ഞാനാണെന്നുള്ള എക്സൈറ്റഡ്. വിശക്കുന്ന ഐ മീൻ ടോസ്റ്റി. നല്ല മഴ, കറുത്ത് നല്ല മഴ, ഇരുണ്ട് കിടന്നു. ഇല്ല, മഴ മഴ നന്നായിട്ട് ഇങ്ങനെ മുട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ ഒരു തൊട്ട് മഴ പോലെ വരും. അത് ഇന്ന് തന്നെ നാളെ ഭയങ്കര ഹെവി തണ്ടർ സ്റ്റോം നൈറ്റേക്കിനെ. പക്ഷെ നീ ഇന്ന് മൊത്തം രാത്രി മുട്ട് കുത്തി നിൽക്കുന്നേ. എന്റെ ബാഗ് എടുക്കണ്ടേ? നമ്മളിപ്പോ ഇറങ്ങുവാണ്, അങ്ങനെ പോവാന്നല്ലേ? സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇങ്ങോട്ടാ? ഇല്ല, കാറിലോട്ട്. കാറിലോട്ട് എടുത്ത് വയ്ക്കാം. നൈറ്റ് ഇവിടെ തന്നെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു. നമുക്ക് പോവാം, നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലേറ്റ് ആവണം, നമുക്ക് ഇറങ്ങാവുന്ന നാട്ടില്. ഹലോ. ചെറുതായിട്ട് മഴയൊക്കെ പെയ്തു തുടങ്ങി. ഷാറിൻ്റെ അമ്മയും പപ്പയൊക്കെ നേരെ ചർച്ചിലോട്ട് വരും. നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുവാണ്. കാണുന്നതാണ് വെല്ലൂർ ഫോർട്ട്. കാണാൻ പറ്റുന്നില്ല മഴ കാരണം. നല്ല രസമുള്ള സ്ഥലം. നമുക്ക് ഇവിടെ വരാവേ, അവരവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ. കേട്ടോ? നടന്നു വരാം. ഇവിടെ തന്നെ അടുത്ത് തന്നെ വെല്ലൂർ ഫോർട്ട്. പിന്നെ അകത്ത് കയറാൻ ഫീസ് കൊടുക്കണോ? ചേച്ചിന് പറഞ്ഞാൽ മതി. കാമൻ മ്യൂസിയം ഉള്ളത് വെല്ലൂരിലെ മ്യൂസിയം. വിസിറ്റിംഗ് ടൈം ഒക്കെ ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇതിനകത്താണ് ഷാലിന്റെ വെഡിങ് നടക്കുന്ന ചേർച്ച് വരുന്നത്. വലിയ ആലൊക്കെ ഉണ്ട്. ആല് സ്ട്രൈറ്റ് ആണ് ലെഫ്റ്റ് ആണ്? അല്ല, ഇപ്പൊ വരുമോ? എനിക്ക് 2 ഫോട്ടോ എടുപ്പിക്കാൻ. ഇത് നമുക്ക് എങ്ങോട്ട് വിട്ട് നമ്മളാന്ന് തോന്നുന്നു ആദ്യം എത്തിയത്. അപ്പോൾ ചേർച്ചിൻ്റെ അകത്ത് നാളത്തെ വെഡ്ഡിങ്ങിന് വേണ്ടിയുള്ള ഡെക്കറേഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ ക്വയറിൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. അപ്പോൾ റിലേറ്റീവ്സൊക്കെ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ്. റിലേറ്റീവ്സും വരണം, ജഗീഷും വരണം. നമ്മുടെ ഇങ്ങോട്ടൊക്കെ ട്രിവാൻഡ്രം സൈഡിലൊക്കെ കല്യാണത്തിൻ്റെ തലേന്ന് പെണ്ണും ചെക്കനും കാണാൻ പാടില്ല എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഈ ഒരു പരിപാടി ഉള്ളതുകൊണ്ടായിരിക്കാം രണ്ടുപേർക്കും പരസ്പരം കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റും. അതൊരു നല്ല രസമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മുടെ കല്യാണത്തിനൊന്നും തലേന്ന് നമുക്ക് കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഒരു അടിപൊളി സംഭവമാണ്. ഡെക്കറേഷൻ്റെ ഫ്ലവേഴ്സൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ എന്തായിരുന്നാലും അകത്ത് പ്രാക്ടീസ് നടക്കട്ടെ. നമുക്കൊന്ന് പോയി ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. 1846 ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ചൊരു ചർച്ചാണിത്. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് സോൾജിയേഴ്സ് ഈ ചർച്ചിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിൻ്റെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയൊക്കെയാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റൈൽ ആർക്കിടെക്ചറൊക്കെയാണ് ഇതിന് വന്നിട്ടുള്ളത്. വെല്ലൂർ ഫോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തൊരു ടെമ്പിളുണ്ട്, മോസ്ക് ഉണ്ട്, ഒരു ചർച്ചും ഉണ്ട്. കുറേ കറങ്ങി നടന്നു, ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഇപ്പോഴും അവര് അതിന്റെ പ്രാക്ടീസ് ചെയ്യുന്നേ ഉള്ളൂ.
ട്രയലാണ്. നാളെ എങ്ങനെയാണ് ചേർച്ചിനകത്ത് കയറേണ്ടതെന്നൊക്കെയുള്ള. അപ്പം ചിക്കു എപ്പോഴും ഉള്ള പോലെ ഒരു 2 ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് അവൻ അങ്ങ് നടക്കുവാണ് എൻ്റെ കൂടെ ബാക്കി ഫോട്ടോസ് എടുക്കാൻ വരാതെ. എന്നാലും 1-2 ഫോട്ടോസ് നല്ലത് കിട്ടിയത് കൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. അവൻ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്, പോകുന്നുണ്ട്. അവിടെ പോയി എന്ത് കാണാനാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. കരിങ്കല്ല് വെട്ടി ഉണ്ടാക്കിയതാണ് ഈ ഒരു ഫോർട്ട്. നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ ഫോർട്ടാണിത്. 16th സെഞ്ച്വറിയിലെ വിജയനഗര റൂളേഴ്സാണ് ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചത്. അന്നത്തെ കാലത്ത് ഈ കാണുന്ന കുളം ഉണ്ടല്ലോ, ഇതിനെ കുളം എന്നല്ല പറയുന്നത്, ഇതിനെ കിടങ്ങുകൾ എന്നാണ് പറയുന്നത്. അതായത് പണ്ടത്തെ കാലത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാ കോട്ടയ്ക്ക് ചുറ്റും ഇതുപോലൊരു ആഴമുള്ള കുഴി കുഴിച്ചിട്ട് അതിനകത്ത് വെള്ളം നിറച്ചിട്ടിരിക്കും. അതിനകത്ത് മുതലകളെ അവർ വളർത്തും. അപ്പം ശത്രുക്കൾക്ക് നീന്തി പോലും ഈ കോട്ടയുടെ അടുത്തോട്ട് എത്താൻ പറ്റൂല. അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന് അത്യാവശ്യം നല്ല ആഴമുണ്ട്, അല്ലാതെ കുളിക്കാൻ പോകാനുള്ള സ്ഥലമല്ല. അങ്ങനെയാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ചിക്കു അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ചിക്കു കോതിനെ പറ്റി 2 വാക്ക് പറയൂ. വളരെ നല്ലൊരു കുളമാണ്, എത്തി നോക്കാൻ പറ്റിയ കുളം. ഇപ്പൊ തന്നെ പോലീസ് പിടിച്ചിട്ട് പോകും. അത് തുടക്കത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് കണ്ടുപിടിക്കാനും വലിയ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ആരും കുളിക്കാറില്ല. ഫോക്കസ്. സ്പോട്ട് നമ്പർ 2. നമ്മളവിടെ പോയ സമയത്ത് അത്രയ്ക്കൊന്നും ആൾക്കാരുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു സൈഡിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പൊതുവെ ആരെങ്കിലും ഉള്ളപ്പം ചിക്കു ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. ചിക്കു ഞാനും മാത്രമുള്ളപ്പം ചിക്കു ഭയങ്കര ബഹളമായിരിക്കും. അപ്പോൾ ആ ഒരു ബഹളമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടെമ്പിള്. 16-ാം നൂറ്റാണ്ടിൽ തന്നെ പണികഴിപ്പിച്ച ഒരു ശിവക്ഷേത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇത്രയും ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിൽ ഞാൻ കുറച്ചും കൂടെ വൃത്തിക്ക് വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ ഇത് പ്ലാൻഡ് ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അടിപൊളിയായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ചെറിയൊരു ട്രിപ്പ് പോലെയൊക്കെ ആയി നമുക്ക്. അപ്പോൾ അത് ഈ കിടങ്ങിൻ്റെ ചുറ്റും ഇങ്ങനെ ചുറ്റുമതിലുണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ ജയിൽ പോലത്തെ ചെറിയ ചെറിയ റൂംസ് ഉണ്ട്. ഇത് പണ്ട് കാലങ്ങളിൽ ഭടന്മാരെ ഒളിച്ചിരുന്നിട്ട് ശത്രുക്കൾ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നതാണ്. കണ്ടോ ഗായ്സ്, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. പ്രാക്ടീസൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഷാരൻ അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടാണ് ഞങ്ങൾ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോഴത്തേനും ക്വയർ പ്രാക്ടീസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ പരിപാടികളൊന്നുമില്ല, ഏകദേശം കഴിഞ്ഞു. ഡെക്കറേഷൻസൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. അപ്പോൾ നമുക്കിനി ചായയും സമോസയൊക്കെ കഴിക്കാം. ഓൾമോസ്റ്റ് എല്ലാ റിലേറ്റീവ്സും ഉണ്ട്, അതായത് അടുത്ത റിലേറ്റീവ്സ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ജഗീഷിൻ്റെ അമ്മയും അനിയനും മാത്രമേ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ബാക്കി റിലേറ്റീവ്സൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ശാല നടക്കുന്നുണ്ട്. അമ്മയുടെ അച്ഛൻ്റെയും കൈ പിടിച്ചിട്ട് ഇങ്ങനെയാണ് നടന്നു പോകുന്നത്. അതിൻ്റെ ഫൈനൽ പ്രാക്ടീസാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ചായ കുടിക്കാം. ചിക്കുവാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് സമോസ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, ചിക്കു കുറച്ച് സമയമായിട്ട് കുറച്ച് ഓവറായിട്ട് നിൽക്കുകയാണ്. സാധാരണ ഇത്ര ആൾക്കാരൊക്കെ കാണുമ്പോൾ കുറച്ച് കാമാവാറാണ് പതിവ്. ഇന്നിപ്പം എല്ലാത്തിൽ നിന്നും വിപരീതമായിട്ട് എന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കി ചിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സംഭവമാണ്. ജഗീഷിന്റെ ഫാമിലിയുണ്ട്, ചിക്കുണ്ട്, ഞാനുണ്ട്, ഷാരനുണ്ട്, എല്ലാവരും ഉണ്ട്. വേറെ ആരെയും അറിഞ്ഞോളാം. എന്തായാലും അടിപൊളി സംഭവമാണ്. നമുക്കിവിടെ സംസാരിച്ചൊക്കെ ഇരിക്കാം, കുറെ വർത്താനം പറയാം. സാധാരണ കല്യാണത്തിന് ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ പിന്നെ തിരക്കും കാര്യങ്ങളും ഇതാണ്, നല്ല രസമുണ്ട്. അടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഷാരൻ നമ്മുടെ കൂടെയാണ്. ജഗീഷിന്റെ അനിയനും അമ്മയും ആ ക്യാബിൽ പോവും. നേരെ ഷാരന്റെ വീട്ടിലോട്ടാണേ.
അപ്പം നമ്മൾ ഇവിടുന്ന് ഷാറിൻ്റെ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി നേരെ നമ്മൾ സ്റ്റേ ചെയ്യണ സ്ഥലത്തോട്ടാണ്. നമ്മൾ ഒരിക്കൽ പോയി ചെക്കിനൊക്കെ ചെയ്ത് വന്നു. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോവാണ്. ഇനി നാളെ ഷാറിനെ ബ്രൈഡായിട്ട് കാണാം. കാരണം അതിൻ്റെ കല്യാണ തലേന്നുള്ള കുറച്ച് ടെൻഷനിലൊക്കെയാണ്. ശരി, അവിടെ എത്തിയിട്ട് നമ്മൾ സ്റ്റേയിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. ഷാറിന് അവിടെ അല്ലേ വൈവായിരിക്കായിരുന്നു. നമ്മൾ ഫൈനലി റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം റൂം ടൂർ എടുക്കാം. അത് മാൻഡേറ്ററി ആണല്ലോ, കാരണം കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ മെസ്സാവും. അപ്പൊ എന്താണ് നമുക്ക് പുറത്തുനിന്ന് വരാം. അകത്തൊരു കുഞ്ഞ് ഗാർഡനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഇരിക്കാനായിട്ട് ചെയറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കാണുന്നതാണ് നമ്മുടെ റൂം നമ്പർ 304. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണമായിരുന്നു. നമ്മൾ ലേറ്റായി, കറങ്ങി നടന്ന് ലേറ്റായി. അപ്പം എന്തായാലും ഒരു 10-11 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് ഇവിടെ എത്താൻ പറ്റിയത്. നേരെ നമുക്ക് റൂമിനകത്തോട്ട് കയറാം. ഇതാണ് നമ്മുടെ റൂം. ആ ബെഡിൽ കിടക്കുന്നത് റൂമിന്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. സേ ഹായ്. ഇവിടെ ലഗേജ് ഒക്കെ വെക്കാണ്ട് സ്പേസ് ഉണ്ട്. നമുക്ക് ഓൾറെഡി കുറെ ഉണ്ടാവും. നമ്മൾ എവിടെ പോയാലും ഒരു ലോഡ് സാധനങ്ങളായിട്ടാണ് പോവാറ്. ഇവിടെ അയണിങ് ടേബിൾ ഉണ്ട്, അയൺ ബോക്സ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഫുൾ സൈസ് മിറർ ഉണ്ട്. നമ്മൾ സാരി കൊടുക്കുമ്പോൾ നമുക്ക് മിറർ ഭയങ്കര നല്ലതായിരിക്കും. നിറയെ വീഡിയോസ് ഒക്കെ എടുക്കാം. അതുകൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ മിററിൽ. പിന്നെ നോർമൽ ഒരു ബെഡ് ഉണ്ട്. ഇന്റീരിയറൊക്കെ അത്യാവശ്യം നല്ലതാണ്. പിന്നെ സെൻട്രലൈസ്ഡ് AC ആണ്. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. വ്യൂ എങ്ങനെ ഉണ്ടെന്നുള്ളത് രാവിലെ നോക്കാൻ പറ്റുള്ളൂ. രാവിലെ ഞാൻ കാണിക്കാം. ഇപ്പം രാത്രിയായി, നല്ല വ്യൂ ആയിരിക്കും. പിന്നെ എക്സ്ട്രാ 2 ചെയർ, പിന്നെ ഇവിടെ ഒരു ചെയർ ഉണ്ട്. പിന്നെ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, കെറ്റിലുണ്ട്. ചായ ഒന്നും കുടിക്കാൻ സാധ്യതയില്ല. പിന്നെ വാഷ്റൂം, ഇവിടെ ഒരു സെപ്പറേറ്റ് വെറ്റ് ഏരിയ ഉണ്ട്. അവിടെ ഒരു അടിപൊളി മിറർ ഉണ്ട്. പിന്നെ ഡ്രയർ ഉണ്ട്, യൂഷ്വലി എല്ലായിടത്തും ഉള്ള പോലെ തന്നെ. പിന്നെ ഒരു എക്സ്ട്രാ ഫാൻ ഉണ്ട്. ഇനി നമുക്ക് പരിപാടി എന്ന് പറയുന്നത് ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ട്. കാരണം നാളെ നമുക്ക് 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് ഷാറിന്റെ തട്ടം മാറ്റുന്ന ഫംഗ്ഷൻ ഉണ്ട്, തമിഴ്നാട്ടിലൊക്കെ ഉള്ള ഫംഗ്ഷനാണ്. ഞാനും ആദ്യമായിട്ടാണ് വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് വേറെ തമിഴ് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നാളെ രാവിലെ 9:30 ഷാറിന്റെ തട്ടം മാറ്റുന്ന ഫംഗ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 4:30 വെഡിങ്. ഇതിന്റെ ഇടയിൽ ഷാരൻ ഡ്രസ് ചേഞ്ച് ചെയ്യണതും ഷാറിന്റെ മേക്കപ്പും ഒക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം. അപ്പം നമ്മുടെ ഫുൾ ഡ്രസ്സ് നമ്മളിപ്പോൾ അയൺ ചെയ്യുന്നുണ്ട്. ചിക്കുന്റെ സ്യൂട്ടും പിന്നെ നാളെ രാവിലെ ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ എൻ്റെ സാരി. ഇത്ര അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പം അതാണ് ഇനി ഇന്നത്തെ പരിപാടി. അത് കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. കാരണം വൈഫൈ ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. വൈഫൈ ഉണ്ടെങ്കിൽ അപ്ലോഡ് കൂടെ ചെയ്യാൻ ഇട്ടിട്ട് കിടക്കും. അപ്പം അത്രയും സ്പേസ് കൂടെ ഫോണിൽ കിട്ടും. എൻ്റെ ഫോണിൽ കുറച്ച് സ്റ്റോറേജ് കുറവാണ്. അപ്പം അതൊക്കെയാണ് ഇനിയുള്ള ബാക്കി പരിപാടികൾ. അയൺ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാൻ മറന്നുപോയി. ശരിക്കും പറഞ്ഞാൽ ക്യാമറ ഓണാണെന്ന് പോലും ഞാൻ പിന്നെ എപ്പോഴും ആണ് ഓർത്തത്. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ നമുക്ക് വെഡ്ഡിങ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ.